ഇതെന്താ ശീർഷാസനവും ശയനപ്രദക്ഷിണവും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? രാജ്യത്തെ ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തൻ ശീർഷാസനമോ ശയനപ്രദക്ഷിണമോ എന്തിനേറെ ഒന്ന് ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതെല്ലാം നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്തുന്നത് മഹാകഷ്ടമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പ്രചാരണത്തിന്റെ സത്യാവസ്ഥയിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. തലകീഴായി കേദാർനാഥ് ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. അദൃശ്യങ്ങളിലുള്ളത് നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹത്തിന്റെ 45ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തത് എന്നുമാണ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വീഡിയോയിലുള്ളത് കേദാർനാഥ് ക്ഷേത്രമാണ് എന്ന് ഫാക്ട് ചെക്കിലൂടെ സ്ഥിരീകരിച്ചിരുന്നു. കേദാർനാഥ് പൂജാരി ക്ഷേത്രത്തിൽ യോഗ ചെയ്തു എന്നാണ് ഹിന്ദിയിൽ ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം. 4 മിനിറ്റ് 7 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആണ്. ഇതിന്റെ 20 സെക്കൻഡ് മുതലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ശ്രീ കേദാർനാഥ് ജ്യോതിർലിംഗ എന്ന ഫേസ്ബുക്ക് പേജിലും ഇതേ വീഡിയോ 2021 ജൂൺ 23 പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തി. പ്രചരിക്കുന്ന വീഡിയോയിലും മേൽപ്പറഞ്ഞ ഫേസ്ബുക്ക് പേജിലെ വീഡിയോയിലും ഒരേ ബാക്ക്ഗ്രൗണ്ട് സംഗീതമാണ്. മാത്രമല്ല 2 വീഡിയോകൾക്കും 3 മിനിറ്റ് 48 സെക്കൻഡ് ആണെന്ന് മനസ്സിലാക്കാം. അത് തന്നെയാണ് ദൈർഘ്യം. പ്രചരിക്കുന്ന വീഡിയോയുടെ മുകളിൽ വലത്തെ അറ്റത്തായി അവ്യക്തമായിട്ടൊരു ചെറിയ വാട്ടർമാർക്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ച വീഡിയോയിൽ ഇതേ വാട്ടർമാർക്ക് വളരെ വ്യക്തമായി കാണാം. ക്രിയേറ്റ് ബൈ ശ്രീ കേദാർനാഥ് ജ്യോതിർലിംഗ് എന്ന് തന്നെയാണ് കേദാർനാഥ് ക്ഷേത്രത്തിലെ പൂജാരി സന്തോഷ് ത്രിവേദിയാണ് ഈ വീഡിയോയിൽ ഉള്ളത് എന്നാണ് ഇതിനോടൊപ്പമുള്ള വിവരണത്തിൽ പറയുന്നത്. അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണവുമായി, അതായത് നരേന്ദ്രമോദിയാണ് എന്ന പ്രചാരണവുമായി ബന്ധപ്പെട്ട് വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ പ്രതികരണത്തിൽ ഈ പ്രചരണങ്ങളെയൊക്കെ ആ ക്ഷേത്രത്തിന്റെ പൂജാരി സന്തോഷ് തള്ളിക്കളഞ്ഞു. വീഡിയോയിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല, താനാണെന്നും അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് 2021 ജൂൺ 21 താൻ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം നടത്തിയത് എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം. കേദാർനാഥ് ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി തലക്കീഴായി പ്രദക്ഷിണം ചെയ്യുന്നത് എന്ന പേരിൽ ആ തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നത് തന്നെയാണ്. വീഡിയോയിലുള്ളത് മോദിയല്ല, മറിച്ച് കേദാർനാഥ് ക്ഷേത്രത്തിലെ പൂജാരിയായ സന്തോഷ് ത്രിവേദിയാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേതാക്കൾ പ്രസിദ്ധങ്ങളായ മഹാക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ഇതൊക്കെ സന്ദർശിക്കുന്നത് പതിവാണ്. സന്ദർശനം അതിനിപ്പോൾ പ്രധാനമന്ത്രി പോലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ദേശീയ നേതാവാണെങ്കിൽ വാർത്താ പ്രാധാന്യവും ലഭിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന്റെ തലേന്ന് അദ്ദേഹം കേദാർനാഥ് ക്ഷേത്ര ദർശനം നടത്തി. അതും അത്തരത്തിൽ ശ്രദ്ധ കിട്ടിയ ഒരു ക്ഷേത്ര ദർശനമായിരുന്നു. അന്ന് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗുഹയിൽ ഏറെ നേരം അദ്ദേഹം ധ്യാനത്തിലിരുന്നു എന്ന വാർത്തകൾ വരെ വന്നു. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണിപ്പോൾ രാജ്യം. അതിനിടെയാണ് കേദാർനാഥിനെയും നരേന്ദ്രമോദിയും കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിന് തലകീഴെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 45ാം വയസ്സിൽ നടത്തിയ ഒരു പ്രദക്ഷിണത്തിന്റെ വീഡിയോ എന്ന രീതിയിൽ ഇപ്പോൾ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്തായാലും കേദാർനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാന്തവും സുന്ദരവുമായ കേദാർനാഥ് ക്ഷേത്ര പരിസരം തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഗുഹകളേറെയുള്ള ഒരു ഇടമാണ്. സന്യാസിമാർ ധ്യാനത്തിനായി സാധാരണ തിരഞ്ഞെടുക്കുന്നത് ഇവിടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധ്യാനം ഇരിക്കുന്നതിന് അതിശയകരമായ ഒന്നും തന്നെയില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരുന്ന രുദ്രഗുഹ ഈ പ്രകൃതിദത്ത ഗുഹകളുടെ ആ ഒരു ശ്രേണിയിൽ പെടില്ല എന്നതാണ് മറ്റൊരു സത്യം. നരേന്ദ്രമോദി തന്നെ താല്പര്യമെടുത്ത് നിർമ്മിച്ചതാണത്രേ കേദാർനാഥിലെ രുദ്രഗുഹ. 2018 നവംബറിൽ കേദാറിൽ സന്ദർശനത്തിലെത്തിയ വേളയിലാണ് മോദിക്ക് ഇത്തരം ഒരു ആശയം, ഒരു ധ്യാനിക്കാനൊരു ഇടം എന്ന് തോന്നിയത്. അതിനായി ഏകദേശം 8 ലക്ഷം രൂപയായിരുന്നു ചെലവ് വന്നത് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.